സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്താണ് സിനിമ? ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന്റെ ഒക്കെ അവസ്ഥ. 2 ദിവസമായിട്ടുണ്ടാവും. DNA എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടത്തിയൊരു ഇന്റർവ്യൂ ആണ്. നടിയുടെ പേര് ഹന്ന, അന്നിരിക്കുന്ന പുള്ളിക്കാരൻ്റെ പേര് അഷ്കർ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ ജിത്തു ജോസഫിന്റെ ആസിഫിയുടെയും മൂവി ആയിട്ടുള്ള കൂമിനകത്തൊക്കെ നായികയായിട്ട് അഭിനയിച്ച പെങ്കോച്ചാണ് ഈ ഹന്ന എന്ന് പറയുന്നത്. വേറെ ഒരുപാട് സിനിമയിൽ പുള്ളിക്കാരത്തി ഉണ്ട്. പുള്ളിക്കാരെ എടുത്ത് ആങ്കർ ചോദിച്ച ചോദ്യമാണ്, നീ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത്? നമുക്ക് എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കാം ഗൈസ്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്താണ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കിടന്നു കൊടുത്താൽ മതി. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി? അല്ല, എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഞാനൊരു ഹ്യൂമൻ ബീങ് അല്ലേ, നമ്മളൊരു മനുഷ്യല്ലേ. നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നു കൊടുത്ത, ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഡയറക്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. കഴിവുള്ളവനും അവനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനേനോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? ചേച്ചിക്ക് ഹനേന്റെ വായിന്ന് തന്നെ അറിയണം. ഹന കിടന്നു കൊടുത്താ എന്ത് അറിഞ്ഞിട്ട് എന്ത് ചേച്ചിക്ക് അവിടെ പോയി കിടന്നു കൊടുക്കാനാണ്? എനിക്കറിയാൻ പാടില്ലത്തെ. എന്തൊരു വിവരമുണ്ട് ഇവക്ക്. കഴിഞ്ഞില്ല, എന്റെ ബാക്കിയും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കേട്ടുപോക്ക്. നിനക്ക് ആവറെന്ന് പറയാൻ പാടില്ലേ? ഞാൻ കിടന്നു കൊടുത്തിട്ടല്ലേ. ഞാൻ ഒരു സോറി. അപ്പൊ അതെന്ത് വൃത്തിയുടെ ചോദ്യമാണ് ചോദിക്കുന്നത്? ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവര് ഒരു ആങ്കറാണ്. ഞാൻ എനിക്കിരിക്കുമ്പോ തന്നെ എനിക്ക് ഉളുപ്പ് പോകുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ ആണുങ്ങളും കടന്നു കൊടുത്തൊരു സിനിമയിൽ. റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ Sorry, okay. Thank you for it. Master, Master. Sorry, brother. Thank you. മൈക്കെടുത്ത് അവിടെ അണ്ണാക്കി നോക്കി എറിയണമായിരുന്നു. ഈ വാവോയെ കോടാലേക്ക് അതോടെ ആങ്കറായിട്ട് പിടിച്ചിരുത്തിയേക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധപ്പതിക്കുന്ന ഒരു സാധനമാണ് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എന്തൊക്കെ വിവരം കിട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഇത് ചോദിക്കുന്നൊരു മാന്യതയുണ്ട്. അവര് ഡിസ്റ്റർബ്ഡ് ആയിട്ട് മിണ്ടാതിരുന്നിട്ട് പിന്നെയും അണ്ണാക്കി കയറി ചോദിക്കുക, ഞാൻ അന്നെടുത്താണ് ചോദിക്കുന്നത്. ഇച്ചിരിയെങ്കിലും വിവരം എന്ന് പറയുന്ന സാധനം ഈ ചാച്ചി കൊണ്ടാ. എനിക്കതാ മനസ്സിലാവാത്തത്. വല്ല കാളച്ചന്തയിലും പോത്തിനെ തീട്ടാങ്കോരാൻ നിൽക്കുന്നതിനെയൊക്കെ പിടിച്ച് ആങ്കർമാരാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ലെവലൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. അവിടെ മോണ നോക്കി പറഞ്ഞാൽ പൊളിച്ചിട്ട് ഇറങ്ങി പോകണമായിരുന്നു. അതായിരുന്നു വേണ്ട സത്യത്തിൽ. ചുമ്മാ ഇങ്ങനെ മൈക്കെടുത്തെറിഞ്ഞ് വെറുതെ അങ്ങ് പോയില്ലായിരുന്നു. 4 പന്ന പൊല മോളെന്നൊക്കെ വിളിച്ച് നല്ല തെറിയും മറിച്ച് മോണ്ട അടിച്ച് പൊളിച്ചിട്ട് പോകണം. ഉമ്മാതെ ആങ്കർ തൊലിക്കാൻ വന്നേക്കുന്നവള്. ഇത് കഴിഞ്ഞിട്ട് ചാച്ചി തൊലിപ്പുമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ടുവെക്കാം ഗൈസ്. നമ്മുടെ ആങ്കർ ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളിലായി പോയി. ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട്. ആ ആങ്കർ ഞാൻ തന്നെയാണ്. ഒരു പെണ്ണൊരു എന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത്, കേരളക്കാരെ മൊത്തം തെറി വിളിച്ചോണ്ടിരിക്കുന്ന ആങ്കർ. ചേച്ചിക്ക് ഇതിനെ കൂടി പറ്റിയൊരു പട്ടം ഇനി കിട്ടാനില്ല. പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻബോക്സ് ചെയ്യാൻ ചാൻസ് കുറവാ. എടി പന്ന മറ്റേടുത്ത മോളെ, നീ എവിടെ താങ്കറാടി കഴറ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ സിമ്പിളായിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ധൈര്യം ഉണ്ടായി ഇൻബോക്സ് ഒന്ന് കാണിക്കുക, നമ്മളോടൊന്ന് കാട്ടെ, എന്നാലേ വിശ്വസിക്കത്തുള്ളൂ. ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല. ഒരാൾ മൈക്കൂരി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പിന്നെ എന്താ പറയാ, ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് കുറെ സംയമനം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത്. ഞാൻ സംയമനം പാലിച്ചിരുന്നാണല്ലേ? ഞങ്ങൾ വിചാരിച്ച് അണ്ണാക്കി പിരി വെട്ടിട്ട് ഒന്നും പറയാനില്ലാതിരിക്കുവായിരുന്നു. ആ മൈക്കെടുത്തെറിഞ്ഞപ്പോ ഇവിടെ എക്സ്പ്രഷൻ കാണും, തീട്ടമാരി മോന്തക്കടിച്ച് എക്സ്പ്രഷൻ. എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല. എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാലു എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്, എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല. അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ചേച്ചി പറ, നമ്മൾ കേൾക്കാം. ഇനി കൊണമധികാരം കൂടെ കേട്ടില്ലെന്ന് വേണ്ട.
ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട്, സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. അതൊക്കെ ശരിയായിരിക്കാം, ചേച്ചി കടന്നു കൊടുക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് ചേച്ചിക്ക് അവസരം കിട്ടിയില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ബാക്കിയുള്ളവരെ കാണുമ്പോൾ. അതാണ് സംഭവം അതാണെന്ന് തോന്നുന്നു കേട്ടോ. ആരെ കണ്ടാലും ചോദിക്കും നീ കടന്നു കൊടുത്തിട്ടാന്നോടി, എന്നെ കടന്നു കൊടുക്കാൻ വിളിച്ചു, പക്ഷെ എനിക്ക് കടന്നു കൊടുക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു കൊടുത്തില്ല. ചേച്ചിയുടെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ മനസ്സിലാക്കുന്നു, പക്ഷെ അതിനകത്ത് ഒരു അല്പം മാന്യത എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ചോദിക്കേണ്ടേക്ക് ഒരു രീതിയുണ്ട്. അല്ലാതില്ല വാ പോയ കോടാലിയുടെ കൂട്ടത്ത് വാ കൊണ്ട് തീട്ടം തൂറി വെക്കുന്ന പരിപാടിയല്ല കാണിക്കേണ്ടത്, മനസ്സിലായത്? ചേച്ചി ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ മിണ്ടാതിരുന്നു, അങ്ങനെയാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ തല കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇതിനെ ഞാൻ എന്തോ മറുപടി പറയാനാണെന്ന് ചോദിച്ചിട്ട്. ഇവർ പിന്നെയും ഞാൻ ഹന്നയോടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെയും ഒരുമാതിരി എന്തുവാ പറയുന്നത്. ഇതിനൊക്കെ ഞാൻ എൻ്റെ ഭാഷയെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ വിളിച്ച് പറയും. ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. ബട്ട് കുറച്ചു നേരം പുള്ളിക്കാരി സൈലന്റ് ആയിപ്പോയി. പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി. എന്തുകൊണ്ട് പുള്ളിക്കാരി പറയുന്നില്ല, പുള്ളിക്കാരി ബോൾഡാണ്, എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഹന കടന്നു കൊടുത്തോണ്ടാണ് അപ്പൊ ചാൻസ് കിട്ടിയതെന്ന്. കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണമായിരുന്നു. ചേച്ചി ബിഗ് ബോസിൽ പോകാൻ വല്ല പ്ലാൻ ഇടുന്നുണ്ടാ? അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചത്. എനിക്ക് അറിയാൻ പാടില്ല. സാധാരണ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പല ഇന്റർവ്യൂവും കാണുമ്പോൾ ഈ ആങ്കർമാർ ബിഗ് ബോസിനെ മുൻനിർത്തി കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റോഹൻ്റെ ഒക്കെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് റോഹൻ്റെ ഒക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. പുള്ളി അടുത്ത വട്ടം ബിഗ് ബോസിൽ കൺഫേം ആണെന്നാണ് തോന്നുന്നത്. കാര്യം വെച്ചാൽ ഈ മാതിരി അടിയിടുന്ന സാധനത്തിനൊക്കെ അതിനകത്തോട്ട് പറക്കിയിട്ട് നല്ല കോണ്ടന്റ് കിട്ടും. എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു പിടിവെള്ളിയും കിട്ടാത്തതിൻ്റെ പേരിൽ ഈ മാതിരി ചോദ്യമൊക്കെ ചോദിച്ച് കുറച്ച് ലൈം ലൈറ്റിലൊക്കെ വന്ന് അടുത്ത കൊല്ലം ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാനുള്ള പരിപാടിയാണ്. അവിടെ പോയാൽ ഈ പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ, അല്ല വെറുതെ അങ്ങോട്ട് എടുക്കൂല, മനസ്സിലായ? അവിടെ ഉണ്ട് മറ്റേ കടന്നുകൊടുപ്പൊക്കെ. അങ്ങനെ ചേച്ചി നല്ല രീതിയിൽ മെഴുകുന്നുണ്ട് ഗൈസ്. ചേച്ചിക്ക് ഫ്രസ്ട്രേഷനാണ്. കാര്യം ചേച്ചിയെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും കടന്നു കൊടുക്കുമോ എന്ന് ചോദിക്കുന്നതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം അവസരവും കിട്ടുന്നുണ്ട്. ചേച്ചിയെ കാണുമ്പോൾ എല്ലാവരും കടന്നു കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചിലവരെ കാണുമ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ തോന്നും ഇവളെ കണ്ട ഇച്ചിരി പരിപാടി കിട്ടും, അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന പറഞ്ഞാൽ കർമ്മം നോക്കി പൊളിച്ചിട്ട് വരണം, അതാണ് അന്തസ്സ്. അല്ലാതെ ഈ ഇൻ്റർവ്യൂവിനകത്ത് വന്നിരുന്നിട്ട് അല്ല കണ്ട വെണ്ണും കടയും വായി കയറിയിരുന്ന് ഈ മാതിരി തോന്നിയ ദിവസം പറയലല്ല, മനസ്സിലായോ? നിങ്ങൾ വലിയ ബോൾഡാണെന്ന് കാണിക്കണമെങ്കിൽ ആ മൊമെൻറ്റിൽ അവൻ്റെ കവാലടിച്ച് പൊട്ടിച്ച് അവൻ്റെ ചുക്കാമണിക്ക് അവൻ്റെ കീച്ചിട്ട് വരണം. പിന്നെ സാമാനം പൊങ്ങുന്ന രീതിയിൽ പിന്നെ അവനെ ആരുടെ ചോദിക്കാനും കേട്ടി, അതാണ് അന്തസ്സ്. അങ്ങനെ ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല റെക്കഗ്നേഷനും കിട്ടും, നാളെ വേറെ എങ്കിലും സിനിമയിലും കയറി പറ്റുക. അല്ല പിന്നെ ഇവിടെ ഒന്ന് തോന്നിയ ദിവസം പറഞ്ഞ് കാണിച്ചിട്ടാണ് എവള് അവിടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ എണ്ണം പടച്ചിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? ചേച്ചി ചെയ്തത് ശരിയാണോ, അതോ ചേച്ചിയുടെ കവാലം അടിച്ച് പൊളിക്കുന്ന പരിപാടിയാണോ ചേച്ചി ചെയ്തത്? നിങ്ങൾ പറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ശരിയെങ്കിൽ ബൈ.